പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയ ശശി തരൂരിനെതിരെ കോൺഗ്രസിനുള്ളിൽ കടുത്ത അമർഷം പുകയുകയാണ്. മുതിർന്ന നേതാവ് സന്ദീപ് ദീക്ഷിതാണ് തരൂരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്ത് വന്നത്. തരൂരിനെ ഹിപ്പോക്രാറ്റ് എന്ന് വിളിച്ച സന്ദീപ് ദീക്ഷിത് എന്തിനാണ് തരൂർ ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നതെന്നും ആരാഞ്ഞു. തരൂരിന്റെ പരാമർശങ്ങൾ പാർട്ടിയുടെ നിലപാടുമായി ഒട്ടും പൊരുത്തപ്പെടുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശ്വസ്തതയെക്കുറിച്ച് സംശയങ്ങളുണ്ടെന്നും സന്ദീപ് തുറന്നടിച്ചു. രാജ്യത്തെക്കുറിച്ച് ശശി തരൂരിന് കാര്യമായി അറിവുണ്ടെന്ന് താൻ കരുതുന്നില്ലെന്നും MP ആയതുകൊണ്ട് മാത്രമാണോ അദ്ദേഹം കോൺഗ്രസിൽ തുടരുന്നതെന്നും ദീക്ഷിത് ചോദിച്ചു. സന്ദീപിനെ കൂടാതെ സുപ്രിയ ഷീനേറ്റ് അടക്കമുള്ള മറ്റ് നേതാക്കളും വിമർശനമുയർത്തി. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രശംസിക്കാൻ തക്കതായി ഒന്നും താൻ കണ്ടില്ലെന്നും ശശി തരൂർ എങ്ങനെ അങ്ങനെയൊന്ന് കണ്ടെത്തിയെന്ന് അറിയില്ലെന്നുമായിരുന്നു സുപ്രിയയുടെ വാക്കുകൾ. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തതിന്റെ അനുഭവം വിവരിച്ച് ശശി തരൂർ എക്സിൽ പങ്കുവച്ച കുറിപ്പാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. രാംനാഥ് ഗോയങ്ക അനുസ്മരണ ചടങ്ങിൽ മോദിയുടെ പ്രസംഗത്തെയായിരുന്നു തരൂർ പുകഴ്ത്തിയത്. ഡൽഹിയിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ പ്രധാനമന്ത്രി വികസനത്തിന് വേണ്ടിയുള്ള വ്യഗ്രതയെക്കുറിച്ചും കൊളോണിയലിസത്തിന് ശേഷമുള്ള മാനസികാവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകേണ്ടതിനെക്കുറിച്ചും സംസാരിച്ചു എന്ന് തരൂർ തന്റെ പോസ്റ്റിൽ കുറിച്ചു. എന്നാൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരത്തു നിന്നുള്ള MP-യുമായ ശശി തരൂർ രാജ്യത്തെ BJP സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും തുടർച്ചയായി പ്രകീർത്തിച്ച് രംഗത്ത് വരുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു. പിന്നീട് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് വിശദീകരിക്കാനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സംഘത്തെ പാർട്ടിയുമായി ആലോചിക്കാതെ നയിക്കാൻ എത്തിയതോടെ അദ്ദേഹം കോൺഗ്രസ് നേതൃത്വവുമായി കൂടുതൽ അകലുകയായിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുവെന്ന സൂചനകൾ പല അവസരങ്ങളിലും നൽകിയിരുന്നുവെങ്കിലും തരൂർ കോൺഗ്രസിന്റെ ഭാഗമായി ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ച കോൺഗ്രസിലെ കുടുംബാധിപത്യത്തെക്കുറിച്ച് ഒരു മലയാള പത്രത്തിൽ അദ്ദേഹം ലേഖനം എഴുതിയതും നെഹ്റു കുടുംബത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചതും ഹൈക്കമാൻഡിന്റെ എതിരാളിയായി അദ്ദേഹത്തെ മാറ്റി. എന്നാൽ ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി തരൂരിനെ പുറത്താക്കില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. അതിനായി ഉന്നതാധികാര സമിതി രൂപീകരിക്കുകയും തരൂരിനെ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ സ്ഥലം MP മോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നുവെന്ന പ്രചാരണം എതിരാളികളായ BJPക്ക് ആയുധമാക്കാനുള്ള അവസരങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കുന്ന തരൂരിനെ എങ്ങനെ പ്രചാരണത്തിൽ സഹകരിപ്പിക്കുമെന്ന ആശങ്കയിലാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതൃത്വം. തരൂർ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും രാജിവെക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തരൂർ പൂർണ്ണമായും മോദി പക്ഷക്കാരനായി മാറിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്ന ആരോപണം. തരൂരിനെതിരെയുള്ള സന്ദീപ് ദീക്ഷിതിന്റെ പ്രസ്താവന കാണാം. एक और कांग्रेसी है सर, शशि थरूर साहब। कल तो उन्होंने बाकायदा तारीफ करी है प्रधानमंत्री की बहुत, जो रामनाथ गोयनका कॉन्क्लेव में गए थे प्रधानमंत्री और उन्होंने स्पीच दी थी। उस स्पीच को लेकर उन्होंने काफी तारीफ करी कि ये 200 साल की जो एक लेगेसी है गुलामी, उसको कहीं ना कहीं हटाती है उनकी स्पीच में उन्होंने जो बातें कही हैं। और फोरमोस्ट विजन उनका बहुत आगे बताया कि इकोनॉमिकल पॉलिटिकल विजन है, तो इसको कैसे देखें? देखिए, दो बातें। पहली चीज तो उन्होंने मकौले पे बात कही थी। मकौले का देश के शिक्षा व्यवस्था पे औरों पे प्रभाव हटाना, इतिहास पर और चीजों पर प्रभाव हटने का काम तो कांग्रेस ने किया। शशि थरूर जी की दिक्कत क्या कि मुझे लगता नहीं वो देश के बारे में ज्यादा जानते हैं। मैंने उनकी कुछ किताबें पढ़ी हैं, फौरी रूप में जो पॉपुलर चीजें हैं उनको लेकर वो लिखते रहते हैं। जो पकड़ या समझ इस देश की होनी चाहिए वो उनमें है नहीं। खासकर 70 साल में क्या हुआ इस देश में, 50, 60, 70, 80 के दशक में क्या हुआ, उसमें बहुत ही अज्ञानी है वो। पर चलिए छोड़िए, अज्ञानता कोई राजनीति में तो कम से कम कोई कसूर नहीं है। आजकल तो अज्ञानता बहुत बड़ी चीज मानी जाती है राजनीति में, तो उसका शशि थरूर जी भी फायदा उठा रहे हैं। जिनकी वो कल तारीफ कर रहे थे वो भी अज्ञान के भंडार में बहुत आगे बढ़ चुके हैं, उनकी भी वो तारीफ करते रहे। लेकिन मुझे शशि जी से एक पूछना है कि देखिए, हम राजनीति में जब उतरते हैं, माना देश सेवा के लिए उतरते हैं, कुछ लोग अपने आप को आगे बढ़ाने के लिए उतरते हैं, लेकिन जिस कारण से भी उतरते हैं, सामान्य ये माना जाता है कि हम एक ऐसे दल को चुनते हैं जिसकी सोच समझ, जिसकी आर्थिक नीतियां, जिसकी आर्थिक समझ हमारे अनुकूल हो, जिससे हमें लगेगा कि देश को फायदा होता है। और इसीलिए हम विपक्ष में इसलिए नहीं जाते हैं क्योंकि वो कभी अच्छा करे कभी बुरा करे। मूलतः उनकी नीतियां देश के अहित में होंगी, आगे चल के उससे देश का हित होगा। जैसे कांग्रेस कहती है कि इनकी नीतियों में गैर बराबरी होगी, लूट होगी, कुछ लोगों के प्रति होगा, और देश में उस तरह की प्रगति नहीं होगी जो देश की क्षमताएं हैं। तो अगर आपको सही में विश्वास है कि आप कांग्रेस में आए, आपने कांग्रेस ज्वाइन की, कांग्रेस की नीतियों के काफी हद तक विपरीत चल कर कोई आदमी इस देश का भला कर रहा है आपके हिसाब से, तो फिर आपको उन नीतियों को फॉलो करना चाहिए। क्योंकि फिर तो आपका जो मूल है कि आप कांग्रेस में क्यों हैं, वो मूल ही टूट जाता है ना। भाई, मैं ये मानता हूं कि मैं कांग्रेस में इसलिए हूं क्योंकि कांग्रेस की नीति ही इस देश का सबसे ज्यादा हित कर सकती है। आज आपको लगता है कि कांग्रेस की विपरीत जितनी नीतियां हैं
जो गैर बराबरी के खिलाफ की नीतियां हैं, समता के खिलाफ की नीतियां हैं, कैपिटलिज्म में कुछ ही लोगों के हाथ देश को साथ करने की नीतियां हैं, सांप्रदायिकता की नीतियां हैं, इस देश में संप्रदायों के बीच में जहर फैलाने की नीतियां हैं, जात में और धर्मों में लोगों को बांटने की नीतियां हैं। अगर सरकार की तरफ से कोई चोरी डकैती पैसे का लूट करे तो उसके ऊपर केस न करने की नीति है, ऑपरेशन के खिलाफ पीछे जाने की नीति। अगर आपको लगता है कि ये नीतियां देश के लिए बेहतर हैं और कांग्रेस की नीतियां बेहतर नहीं हैं, तो फिर ये सवाल उनसे पूछना चाहिए कि फिर आप कांग्रेस में क्यों हैं? क्या सिर्फ इसलिए कि आप सांसद हैं? तो इसका मतलब है आप में कोई नैतिक ताकत नहीं है कि ठीक है, अगर आपको लगता है छोड़ दीजिए, क्या है सांसदी आपके लिए? आपको तो बहुत पैसा उससे भी मिल रहा है, पेंशन से भी मिल रहा है यूएन के लिए, और आपने तो यूएन की सेवा की। ऐसा भी कोई नहीं कि आप बहुत बड़े कोई देश के भक्त रहे। तो आपको, मुझे लगता है अगर आपकी ये सोचा नहीं तो फिर आप उसका एक आलोचना भी कीजिए। ठीक है, आप उस समय आपको लगता है कि आप प्रधानमंत्री के सामने थे, आप में इतनी हिम्मत नहीं है कि एक सामने एक ऐसा व्यक्ति बैठा उनके सामने आप सच बोल सको। कुछ लोग होते हैं, डरपोक होते हैं, जो सामने ताकत हो तो उसके सामने उनके अंदर से सच नहीं निकलता है। ठीक है, तो मैं मान सकता हूं, क्योंकि कई ऐसे लोग हैं जो आजकल वैसे तो बात बड़ी वो करते हैं, लेकिन उनके अंदर में डर और भय होता है, हिम्मत नहीं होती। चलो वो बात है तो ठीक है, लेकिन सही में अगर आपको लगता है कि नीतिगत रूप से आज बीजेपी या प्रधानमंत्री की नीतियां जिस पार्टी में आप हैं उससे बेहतर काम कर रही हैं, तो फिर आपको ये एक्सप्लेन करना चाहिए। और अगर एक्सप्लेन नहीं कर रहे हैं तो आप हिपोक्रेट